പ്രിയമുള്ളവരെ, കർത്താവ് യേശുക്രിസ്തു തന്റെ ജനത്തോട് പല ഉപമകളിലൂടെ സംസാരിക്കാനിടയായി. അതിലൊരു ഉപമയാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ആരെയും വിധിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു ഉപമ. അതിന്റെ 3-4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ സ്വന്തം കണ്ണിലെ കോല് ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? ഇവിടെ കർത്താവ് യേശുക്രിസ്തു എന്താണ് നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിച്ചത്? നമ്മൾ ആരെയും വിധിക്കാൻ പാടില്ല, ഒരു മനുഷ്യനും പരസ്പരം വിധിക്കാൻ പാടില്ല എന്നാണ് കർത്താവ് യേശുക്രിസ്തു നമ്മളിവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്. അതിന്റെ കാരണം എന്താണ്? ദൈവത്തിന് മാത്രമേ മറ്റുള്ളവരെ വിധിക്കാൻ കഴിയൂ. ആ ഒരു അധികാരം ദൈവത്തിനുള്ളതാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു. നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് കുറവുള്ള നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി യേശുക്രിസ്തു ക്രൂഷ്യൽ യാഗമായി തീർന്നത്. അങ്ങനെയെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ഈ യേശുക്രിസ്തുവിനെ, ഈ സ്നേഹം നിറഞ്ഞ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതം മാറും. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ പല തെറ്റുകളും പല കുറവുകളുമുള്ള, അല്ലെങ്കിൽ നമ്മൾ വിധിക്കാൻ ആഗ്രഹിക്കുന്ന പല ആൾക്കാരുടെ ജീവിതവും കർത്താവ് മാറ്റും. പ്രിയമുള്ളവരെ, ഇനിയെങ്കിലും വിധിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക.